ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നടന്നത് ഈ ഒരു ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് ഒറ്റ യൂസിൽ തന്നെ മുഖം നല്ല നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണിത്. നിങ്ങൾക്ക് പെട്ടെന്നുള്ള പാർട്ടി അതേപോലെ എവിടെയെങ്കിലും ഒരു ഗസ്റ്റ് വരുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് മുഖം ഒന്ന് തിളക്കിയെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ സമയമില്ലെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ്. ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടും, 24 ഹവേഴ്സ് നിലനിൽക്കുകയും ചെയ്യും. ഇനി നിങ്ങൾക്കിതൊരു പെർമനൻറ്റ് റിസൾട്ട് ആവശ്യമെങ്കിൽ നിങ്ങൾ ഇത് പിന്നെ വീക്കിലി ഒരു 2 ടൈംസ് ചെയ്യാനാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. ആദ്യം തന്നെ വേണ്ടത് ഒരു ചെറിയ പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി ഗ്രേറ്റ് ചെയ്യുന്ന ഇതുപോലത്തെ ഗ്രേറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ചെറിയ പീസസായി കട്ട് ചെയ്തിട്ട് ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് അടിച്ചെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല, കാരണം നമുക്ക് ഈ പൊട്ടാറ്റോൻ്റെ എക്സാക്റ്റ് ലിക്വിഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ചെറുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഫേസ് പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എല്ലാം ജ്യൂസ് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 1 ടീസ്പൂണോളം അരിപ്പൊടിയാണ്. അരിപ്പൊടി വറക്കാത്ത പച്ചരിപ്പൊടിയാണ് ഞാൻ എടുത്തത്. നല്ല നൈസായിട്ട് പൊടിഞ്ഞ പൗഡേർഡ് ആയിട്ടുള്ള പൗഡർ വേണം, അല്ലാണ്ട് പുട്ടിൻ്റെ പൊടിയൊന്നും എടുക്കരുത്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് തൈരാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പുളിപ്പില്ലാത്ത നല്ല കട്ട തൈര് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് റോസ് വാട്ടറാണ്. 1 ടേബിൾ സ്പൂണോളം റോസ് വാട്ടറും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചെറുകിയെടുത്ത ആ ഒരു പൊട്ടാറ്റോ ഉണ്ടല്ലോ, അത് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലോട്ടുള്ള നീര് നമുക്ക് കറക്റ്റ് കിട്ടും. അപ്പോൾ ഗ്രേറ്റ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നീര് കിട്ടും. ഇനി നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിക്കുന്നതാണെങ്കിൽ അരിപ്പയിൽ കൂടെ അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഫേസ് പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണോളം ചെറുനാരങ്ങ നീരും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുനാരങ്ങ ഫേസിലേക്ക് ഇട്ടാൽ പ്രശ്നമില്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. ചെറുനാരങ്ങ ഡയറക്റ്റ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്ന് ഡ്രൈ ആവും. അല്ലാതെ ഒരു ഫേസ് പാക്കിലല്ലോ 1-2 ടീസ്പൂൺ ഒന്നും ഇട്ടാലൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സോപ്പോ ഫേസ് വാഷോ ഉപയോഗിച്ചിട്ട് മുഖം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം 2 മിനിറ്റ് നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് വേണം നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. നിർബന്ധമായിട്ടും നിങ്ങൾ ഫേസിൽ 2 മിനിറ്റ് മസാജ് ചെയ്യൽ നിർബന്ധമാണ്. അല്ലാതെ ജസ്റ്റ് കുറേ വാരി തേച്ച് അങ്ങ് കഴുകി കളഞ്ഞാലൊന്നും റിസൾട്ട് ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ തന്നെ ഓരോരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഗ്ലോ ഉണ്ടാകുക. ചിലർക്ക് നല്ലൊരു ഗ്ലോ ഉണ്ടാവും, ചിലർക്ക് അത്യാവശ്യം ഒരു ഗ്ലോ കിട്ടും. അപ്പോൾ അതെല്ലാം ഓരോരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണ് ഉണ്ടാകുക കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്ത് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ നിങ്ങൾക്ക് ഇതിലോട്ടുള്ള ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ അല്ല, റോസ് വാട്ടർ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പ്രോഡക്റ്റ് ഇവിടെ ടാഗ് ചെയ്യാം. നിങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതിപ്പോൾ 2 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ഒരു 25 മിനിറ്റ് നിങ്ങളിത് ഫേസിൽ വെക്കണം. ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു 25 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കഴുകിക്കളയുന്ന സമയത്ത് നിങ്ങൾ ചെറിയൊരു മസാജ് കൊടുത്തിട്ട് വേണം കഴുകിക്കളയാൻ. അങ്ങനെ മസാജ് കൊടുക്കുന്നത് നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ്. നമ്മൾ തൂങ്ങിയ ചർമ്മമെല്ലാം ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു കാര്യമാണ് ഈ മസാജിങ് എന്ന് പറയുന്നത്. അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് മസാജിങ് കൊണ്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ ഭാഗം, ചിന്നിൻ്റെ ഭാഗം എല്ലാം ഒന്ന് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം ഉണ്ടെങ്കിൽ റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു ഗ്ലോ ഫേസിലേക്ക് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒറ്റ പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇപ്പം കണ്ടോ, ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും നല്ലൊരു ഗ്ലോ വരാനും സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് കമൻറ്റിലൂടെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ വീക്കിലി ഇത് 2 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർമനൻറ്റ് ഗ്ലോ മുഖത്ത്, അതായത് മുഖത്തെ കറുത്ത പാടുകളും കരുവാളിപ്പെല്ലാം മാറി മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ആ ഫീച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്